LDF ഹർത്താലിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഇടുക്കിയിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തുക. 11 മണിക്ക് തൊടുപുഴയിലാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. തനിക്ക് ഒരിടത്തും ഭീഷണിയില്ലെന്നും പ്രതിഷേധങ്ങളെ ഭയമില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. I am living on borrowed times. I feel no threat from anywhere. Have you seen me walking on the road in the market in Kozhikode? Have you seen or not? So your question is redundant. Absolutely meaningless question. You ask me, I will come anywhere in Kochi. Where is the threat? Threat is because you want to make news sensational. There is no threat to me. രാഷ്ട്രീയം നോക്കിയല്ല ഗവർണറെ ക്ഷണിച്ചതെന്നും ഹർത്താൽ പിൻവലിക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രാജു അപ്സര 24നോട് പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവർണർ വരുമ്പോൾ ഒരു ജില്ലയിൽ ഇത്തരത്തിലൊരു ഹർത്താലുമായി കടന്നു വരുന്നത്. അത് ശരിയാണോ എന്ന് ഇടതുപക്ഷ ജനാധിപത്യം പരിശോധിക്കണം. കഴിഞ്ഞ കാലത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കണം. തീർച്ചയായും ഈ ജില്ലയിലെ 10,000-കണക്കിന് വ്യാപാരികൾ പല തരത്തിൽ ബുദ്ധിമുട്ടുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സത്യത്തിൽ ഗവൺമെന്റിനെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഈ രാജ്യത്തെ ജനങ്ങളെ സഹായിക്കുക എന്ന് വെച്ചാൽ അത് തീർച്ചയായും ഗവൺമെന്റിന് കിട്ടുന്ന ഒരു സഹായമാണ്. ഹർത്താൽ ജനവിരുദ്ധം എന്നായിരുന്നു ഡീൻ കുര്യാക്കോസ് MP-യുടെ പ്രതികരണം. ഈ ഹർത്താൽ അങ്ങേറ്റം ജനവിരുദ്ധവും ജനങ്ങളെ വെല്ലുവിളിക്കുന്നതും വ്യാപാരി സമൂഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന തരത്തിലുമാണ്. എന്തുകൊണ്ടെന്നാൽ ഇവരിന്ന് രാജ്ഭവൻ മാർച്ച് നടത്തിയാണ്. അവർ തന്നെ പറഞ്ഞതനുസരിച്ച് ആയിരക്കണക്കിന് ആളുകൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും എന്നാണ് നേരത്തെ പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഇവിടെ ഹർത്താൽ നടത്തി വ്യാപാരികളെയും ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു ജീവകാരുണ്യ പദ്ധതി നേരത്തെ തന്നെ അനൗൺസ് ചെയ്തതാണ്. അവർ ആ പരിപാടിയുമായി മുൻപോട്ട് പോകുന്നു. ഇടുക്കിയിൽ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. വേങ്ങല്ലൂരിൽ പ്രതിഷേധ ബാനർ ഉയർത്തി SFI. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രതിഷേധ ചൂട് ഗവർണർ അറിയുമെന്ന് SFI ഇടുക്കി ജില്ലാ സെക്രട്ടറി ടോണി കുര്യാക്കോസ് പറഞ്ഞു. അപ്പോൾ ഗവർണർ പ്രത്യേകിച്ച് ജില്ലയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതിഷേധം ജില്ലയിലുണ്ടാകും. വിദ്യാർത്ഥി സമൂഹം SFI അതിൻ്റെ ഭാഗമാകും. ശക്തമായിട്ടുള്ള പ്രതിഷേധം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഭൂഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്തതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്ഭവൻ മാർച്ച് LDFിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം ജില്ലാ ഹർത്താലും നടക്കുന്നുണ്ട്. ജില്ലയിലേക്ക് എത്തുന്ന ഗവർണർ തീർച്ചയായിട്ടും SFIയുടെ അതായത് വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിഷേധത്തിന്റെ ചൂട് ഇങ്ങോട്ട് വരുമ്പോഴും പോകുമ്പോഴും അറിയും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാൻ പറ്റുന്നത്. SFI ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന്റെ രീതി ഏത് രീതിയാണോ അതേ രീതി തന്നെയായിരിക്കും തുടരുക എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തുന്ന അതേ വേളയിൽ തന്നെ ഇടുക്കിയിൽ LDFിന്റെ ഹർത്താൽ നടക്കുന്നു. രാജ്ഭവൻ മാർച്ച് തിരുവനന്തപുരത്ത് നടക്കുന്നു LDFിന്റെ നേതൃത്വത്തിൽ. എങ്ങനെയാണ് ഈ ഇടുക്കിയിൽ ഇപ്പോൾ എന്താണ് സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. അതിനിടെ ഗവർണറുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോകാം. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, ഇടുക്കിയിൽ ഗവർണർ വരുന്നതിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ഇന്ന് LDF ഹർത്താലിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനോട് ഗവർണർ ഇന്ന് പ്രതികരിച്ചത്? സർക്കാരും CPIM-ഉം ഗവർണർക്കെതിരെ തുടരുന്ന സമരത്തിന്റെ അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ തുടർച്ചയായി വേണം ഇന്നത്തെ ഈ ഇടുക്കിയിലെ ഹർത്താലിനെയും കാണാൻ. കാരണം രാജ്ഭവനിലേക്ക് ഇന്ന് LDF ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ഇടുക്കിയിലെ ഈ ഭൂവിഷയം ഉന്നയിച്ചുകൊണ്ട് മറ്റൊരു ഹർത്താൽ ഇവിടെയും നടക്കുന്നു. ഇന്ന് ഗവർണർ ഇതിനോട് പ്രതികരിച്ചത് തനിക്ക് 72 വയസ്സായി, ഇപ്പോൾ തന്നെ തനിക്ക് അധികമായി കിട്ടിയ ബോണസിലാണ് ജീവിക്കുന്നത്, അതിനാൽ തന്നെ തനിക്ക് ഭയമില്ല എന്നുള്ളതായിരുന്നു ഗവർണർ ഇന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ, മാധ്യമപ്രവർത്തകർ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കോഴിക്കോട് താൻ ഇറങ്ങി നടന്നു, തൻ്റെ മുഖത്ത് എവിടെയെങ്കിലും ഭയം നിങ്ങൾ കണ്ടിരുന്നു, കൊച്ചിയിലും താൻ ഇറങ്ങി നടക്കുന്നത് കാണണോ എന്ന് അദ്ദേഹം ചോദിച്ചുകൊണ്ടാണ് പോയത്. തനിക്കൊരു തരത്തിലുള്ള ഭീഷണിയുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഗവർണർ ഇന്ന് ചെയ്യുകയും ചെയ്തത്. അതായത് CPIM-ന്റെ വെല്ലുവിളി താൻ ഏറ്റെടുക്കുന്നു എന്ന് ഇന്ന് പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുൻപ് ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ച് വീണ്ടും ആവർത്തിക്കുകയാണ് ഗവർണർ ചെയ്യുകയുണ്ടായത്. ഇന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. മൂവാറ്റുപുഴ പിന്നിട്ടിട്ടുണ്ട് ഗവർണർ എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഈ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് എത്തിച്ചേരും. ഞാൻ ഈ നിൽക്കുന്നത് ഈ പരിപാടി നടക്കാൻ പോകുന്ന വേദിക്ക് മുന്നിലാണ്. ഇവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തകരും നേതാക്കളും
നേതാക്കളും എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഹർത്താലായതിനാൽ തന്നെ ഇന്നലെ മുതൽ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഏതാണ്ട് 2000-ൽ പരം ആളുകൾ ഇവിടെ എത്തും എന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നേരത്തെ CPIM ഈ ഹർത്താൽ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ വരുന്ന വഴിയിൽ, ഗവർണർ വരുന്ന വഴിയിൽ SFI ചില ബാനറുകൾ ഉയർത്തിയിട്ടുണ്ട്. CPIMന്റെ പ്രതിഷേധം നടക്കുകയും ചെയ്തിരുന്നു. അതൊഴിച്ചാൽ ബാക്കി പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ ഒരു ഇടുക്കിയിലെ ഒരു പ്രാദേശിക വിഷയം മാത്രമായല്ല CPIM കാണുന്നത്, സർക്കാർ കാണുന്നത്. നേരെ മറിച്ച് ഗവർണർക്കെതിരെ നേരത്തെ പോഷക സംഘടനകൾ, SFIയും DYFIയും അടക്കമുള്ള പോഷക സംഘടനകളായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.